കർണാടകയിലെ ഹംപിയിൽ വിദേശ വനിതയടക്കം 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 3 പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് ആക്രമണം നടത്തിയത്. കനാലിൽ വീണ ഒഡീഷ സ്വദേശി കൊല്ലപ്പെട്ടു. സ്ത്രീകളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഹംപിയിൽ 27-കാരിയായ ഇസ്രയേൽ പൗരയും ഹോം സ്റ്റേ ഉടമയുമാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. 3 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിനോദസഞ്ചാരികളുടെ സംഘത്തിലുണ്ടായിരുന്ന 3 പുരുഷന്മാരെ അടിച്ച് കനാലിലിട്ട ശേഷമാണ് സ്ത്രീകളെ ആക്രമിച്ചത്. ഇതിൽ ഒരാളാണ് മുങ്ങിമരിച്ച ഒഡീഷ സ്വദേശി ബിബാഷ്. അമേരിക്കൻ പൗരനായ ഡാനിയേൽ, മഹാരാഷ്ട്ര സ്വദേശിയായ പങ്കജ് എന്നിവർ പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടു. തുംഗഭദ്രയിലെ കനാൽ തീരത്ത് രാത്രിയിൽ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു സഞ്ചാരി സംഘം. ബൈക്കിലെത്തിയ അക്രമി സംഘം സഞ്ചാരികളോട് പെട്രോൾ ചോദിക്കുകയും പിന്നീട് 100 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പണം നൽകാൻ തയ്യാറാകാത്തതോടെ പ്രകോപിതരായ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. തുടർന്നിവർ ബൈക്കിൽ രക്ഷപ്പെട്ടു. പരിക്കേറ്റവർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളെ പിടികൂടാൻ 6 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.